സാർ ഇ പിയുമായി ബന്ധപ്പെട്ട് കരാറുണ്ടായിരുന്നോ സാറിന്? സാർ ഇ പി ജയരാജനുമായി ബന്ധപ്പെട്ട് കരാറുണ്ടായിരുന്നോ സാർ? എസ്വർണോ സാർ കരാറുണ്ടായിരുന്നോ സാർ? സാർ എന്താ സാർ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്? എന്താ സാർ മൊഴിയിൽ എന്താ സാർ രേഖപ്പെടുത്തിയിരിക്കുന്നത്? സാറേ സാർ കരാറുണ്ടായിരുന്നോ? സാർ കരാറുണ്ടായിരുന്നോ സാർ? സാറേ സാർ ഇ പിയുമായി ബന്ധപ്പെട്ട് കരാറുണ്ടായിരുന്നോ? ഒന്നും പ്രതികരിക്കാനില്ല സാർ. സാർ കരാറില്ലാതെ സാർ കരാറുണ്ടായിരുന്നു സാർ? എസ്വർണം കരാറുണ്ടോ? ഷിനോജ് തുടരുന്നുണ്ട്. ഷിനോജ്, ഇപ്പോൾ ആദ്യഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഗൾഫിൽ നിന്ന് വന്നത് എന്താണോ ഞങ്ങൾക്ക് പറയാനുള്ളത് അത് സോഷ്യൽ മീഡിയയിൽ ഉണ്ട് എന്നാണ്. അത് പക്ഷേ സോഷ്യൽ മീഡിയയിൽ അന്ന് വന്ന പ്രതികരണം സാങ്കേതികമായ ചില കാരണങ്ങളാൽ ഇതിന്റെ പ്രസിദ്ധീകരണം നീട്ടിവെക്കുന്നു, നിർമ്മിതിയിലുണ്ടായ ചില പ്രശ്നങ്ങളാൽ ഇതിന്റെ പ്രസിദ്ധീകരണം നീട്ടിവെക്കുന്നത് മാത്രമാണ്. ഇതൊരു വളരെ ഉത്തരവാദിത്തത്തോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു പുസ്തകം ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് കരാറുണ്ടെങ്കിൽ കരാറുണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ തീരുമായിരുന്നു. പക്ഷേ ഇ പി ജയരാജനാണ് മറുഭാഗത്ത്, ഇത്ര രാഷ്ട്രീയ സ്വാധീനമൊക്കെയുള്ള ആളുകളാണ്, വലിയ തോതിൽ വിവാദമായ വിഷയമാണ്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രതികരിക്കാത്ത. പക്ഷേ ഒരു ക്ലാരിറ്റി വരുത്തേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഒരുപാട് ആളുകൾ പിന്തുടരുന്ന അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ നമ്മൾ താല്പര്യത്തോടെ വായിക്കുന്ന കൂട്ടത്തിലുള്ളതല്ലേ. അപ്പോൾ എന്തുകൊണ്ടാണ് ആ പ്രതികരിക്കാതെ പോകുന്നത്? പോലീസിന് എത്രയും വേഗം ഇതിലൊരു ക്ലാരിറ്റി വരുത്താൻ കഴിയും. ഇപ്പോൾ ഡി സിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അത് ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയുമോ? അതോ പോലീസും ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യവും വിവാദവും ഒക്കെ കണക്കിലെടുത്ത് ഒരു അഴകൊഴുമ്പൻ റിപ്പോർട്ടിലേക്ക് പോകുമോ? ദിവിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ രവി ഡി സിയുടെ ആദ്യ പ്രതികരണം വരുന്നത് ഷാർജയിൽ നിന്നായിരുന്നു. അദ്ദേഹം അന്ന് വിദേശത്തായിരുന്നു. ഷാർജയിൽ വെച്ച് രവി ഡി സിയുടെ പ്രതികരണത്തിൽ അന്ന് ഉണ്ടായിരുന്നത് ഇതൊരു സാങ്കേതിക പ്രശ്നമാണ്, അതുകൊണ്ട് തന്നെ പുസ്തക പ്രകാശനം നീട്ടിവെക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അന്ന് അദ്ദേഹം പറഞ്ഞിട്ട് പോയത്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, അതായത് ഇത്തരത്തിലൊരു കരാറ് ഇ പിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്ന ചോദ്യം അന്ന് അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കാൻ അന്നും രവി ഡി സി തയ്യാറായിരുന്നില്ല. കാരണം ഈ കരാർ ഉണ്ടോ ഇല്ലയോ എന്ന് അതിന് വ്യക്തമായ ഉത്തരം ലഭിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ മാറുകയുള്ളൂ. കാരണം ഇത്തരത്തിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ബന്ധപ്പെട്ട ഒരു ആത്മകഥ വരുന്നു. ആ ആത്മകഥയിൽ ഇത്തരത്തിൽ തനിക്കുമായി ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് ഇത്തരത്തിൽ തൻ്റെ ആത്മകഥയിൽ വരുന്നത് എന്ന് പറയുന്നത് വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട, വളരെ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം കൂടിയാണ്. പ്രത്യേകിച്ച് ഈ കരാർ ഉണ്ടെങ്കിൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി ഒരു പ്രസാധകർക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. മാത്രമല്ല ആത്മകഥയുടെ പ്രകാശനം വച്ചിരുന്നത് ആ ദിവസമായിരുന്നു. അതായത് തെരഞ്ഞെടുപ്പിൻ്റെ ചേലക്കരയിലും വയനാടും തെരഞ്ഞെടുപ്പ് നടക്കുന്ന 13-ാം തീയതിയായിരുന്നു അതിൻ്റെ പ്രകാശനം വച്ചിരുന്നത്. അന്ന് വൈകിട്ടാണ് ഈ പ്രകാശനം നടക്കാനിരുന്നത്. ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു സാധാരണ ഇത്തരത്തിൽ ഒരു ആത്മകഥ പ്രകാശനം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ പേജിലും ആ ആത്മകഥയുടെ ഉടമയുടെ ഒപ്പ് വേണം എന്നൊരു നിയമം കൂടിയുണ്ട്. പക്ഷേ അതൊന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇ പി ജയരാജൻ വ്യക്തമാക്കുന്നത്. പക്ഷേ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ ഇതിൽ ഡി സി ബോക്സിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് കരാർ ഇല്ലായിരുന്നു തന്നെയാണ്. പക്ഷേ അത് പരസ്യമായി പ്രതികരിക്കാൻ രവി ഡി സി തയ്യാറായില്ല. പകരം ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ടായിരുന്നു. ആ ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ എന്താണ് നടന്നത് എന്ന് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരണമെങ്കിൽ ഇതിൽ ഈ പോലീസിന്റെ റിപ്പോർട്ട് പുറത്തു വരണം. രവി ഡി സി എന്താണ് പോലീസിന് മുന്നിൽ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്, മൊഴി നൽകിയത് എന്ന് സംബന്ധിച്ച കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വന്നാൽ മാത്രമേ പുറത്തു വരികയുള്ളൂ. എന്തായാലും ഇത് സംബന്ധിച്ച റിപ്പോർട്ട് ഇന്ന് വൈകിട്ടോ നാളെ രാവിലെയോ കോട്ടയം പോലീസ് മേധാവിയായിട്ടുള്ള ഷാഹുൽ ഹമീദ് DGPക്ക് കൈമാറും എന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരി, പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ രവി ഡി സിയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 2.5 മണിക്കൂറോളം മൊഴി രേഖപ്പെടുത്തൽ നീണ്ടു നിന്നു. ഇതിൽ കരാറുണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് അദ്ദേഹം ഒരു പ്രതികരണവും നടത്തിയില്ല. ഷിനോ ജസ്റ്റിയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.